നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്നോർത്തോ, ഇനി മേലാൽ നീ ഗൗരിയെ കുറിച്ച് എന്തെങ്കിലും ആരോടെങ്കിലും ചോദിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ സ്ഥാനം ഈ വീടിന്റെ പടിക്ക് പുറത്തായിരിക്കും. ഞാനായിട്ട് ഇനിയൊന്നും ചോദിക്കില്ല. അതാ നിനക്ക് നല്ലത്. സ്വന്തം കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി നിന്ന മര്യാദയ്ക്ക് നാലാള് കണ്ട മോശം പറയാത്ത രീതിയിൽ നിന്റെ വിവാഹം നടത്തി നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കും. അല്ലെങ്കിൽ ആട്ടി ഇറക്കും ഞാൻ. ഈ ദേവയാനിയുടെ നല്ല മുഖം മാത്രം നീ കണ്ടിട്ടുള്ളൂ. നിന്നെ പോലുള്ളവരെ നിലയ്ക്ക് നിർത്താൻ കഴിവുള്ള മറ്റൊരു ദേവയാനി കൂടി എന്റെ ഉള്ളിലുണ്ട്. അത് നീ മറക്കണ്ട. മാളു, നീ പാല് കുടിക്ക്, എന്നിട്ട് ബാക്കി പഠിക്കാം. ഗംഗേ, എനിക്ക് സ്കൂളിലൊരു പ്രസംഗ മത്സരമുണ്ട്. ആഹാ, അത് കൊള്ളാലോ. എന്തിനെ കുറിച്ചാ എന്റെ മാളുക്കുട്ടി പ്രസംഗിക്കാൻ പോകുന്നത്? മദേഴ്സ് ഡേ കുറിച്ചാ. എനിക്ക് ഗംഗ ഒരെണ്ണം പഠിപ്പിച്ചു തരാവോ? മദേഴ്സ് ഡേ എന്ന് പറയുമ്പോ അമ്മയെ കുറിച്ചല്ലേ നമ്മൾ പറയേണ്ടത്? അതെ, അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ പ്രസംഗം ഇംഗ്ലീഷിലാ പറയണ്ടേ. അയ്യോ, ഇംഗ്ലീഷോ? ഇംഗ്ലീഷ് എനിക്ക് അറിയില്ലല്ലോ മാളു. പിന്നെ എങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പഠിപ്പിക്കും? മഴയത്ത് പോലും സ്കൂളിന്റെ വരാന്തയിൽ കയറി നിൽക്കാത്ത ഇവളെങ്ങനെയാ മോളെ നിനക്ക് ഇംഗ്ലീഷിൽ പ്രസംഗം പഠിപ്പിക്കുന്നേ? വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരുടെ കൂടെ കൂട്ടുകൂടി നടന്നാലേ മാളു അങ്ങനെ തന്നെ ആയി പോവും. അതുകൊണ്ട് ഗംഗയുടെ അടുത്ത് വലിയ കമ്പനിക്കൊന്നും പോകാത്തതാ നിന്റെ ഭാവിക്ക് നല്ലത്. ഞാൻ ആരോട് മിണ്ടണം മിണ്ടണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ശ്രേയ അതിൽ ഇടപെടണ്ട. എന്താ ഇവിടെ പ്രശ്നം? ഗംഗയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറഞ്ഞ് ശ്രേയ ഗംഗയെ കളിയാക്കുവാ അച്ഛാ. അതിനിവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ ഗംഗയ്ക്ക് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യം? എനിക്ക് സ്കൂളിൽ ഒരു പ്രസംഗം പറയണം. അതിന്റെ കാര്യം ഞാൻ ഗംഗയോട് സംസാരിച്ചതാ. അപ്പോ എനിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗം പറഞ്ഞു തരാൻ ഗംഗയ്ക്ക് അറിയാത്തതിനാ ശ്രേയ കളിയാക്കിയത്. എന്താ ശ്രേയത്? ഓരോരുത്തരും വളരുന്നത് ഓരോരോ ചുറ്റുപാടുകളിലല്ലേ. ഗംഗ വളർന്ന സിറ്റുവേഷനിൽ ഗംഗയ്ക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊന്നും പോയി പഠിക്കാൻ പറ്റിയിട്ടില്ല. അതിനവളെ കളിയാക്കിയത് ശരിയാണോ? മഹേട്ടാ, ഞാൻ അല്ലെങ്കിൽ തന്നെ ഗംഗയെ കളിയാക്കാനുള്ള എന്ത് യോഗ്യതയാ ശ്രേയക്കുള്ളത്? ഗംഗയ്ക്കുള്ള പല കഴിവുകളും ശ്രേയക്കുണ്ടോ? അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ സംസാരിക്കാനെങ്കിലും അറിയൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.